തോമസ് കുട്ടി വിട്ടോടാ. എവിടെ ചെന്നാലും അതാ പറയുന്നത്. എൻ്റെ പേര് ശരിക്കും മറന്നു. ആ, അത് നമ്മുടെ തോമസ് കുട്ടി അല്ലാന്ന് ചോദിക്കുന്നു ആൾക്കാർ. അത് കൊച്ചു പിള്ളേർ മുതൽ പ്രായമുള്ളവർ അങ്ങനെ വിളിക്കുന്നു. കാരണം പടത്തിൻ്റെ സ്വാധീനം ഭയങ്കരമായിരുന്നു, ഭീകരമാണ്. ആ, പിന്നെ ഹരിഹരനാഥൻ പോലെ ഗോസ്റ്റ് ഹൗസ് വരെയുള്ള ഒരു സ്വാധീനം ഭയങ്കരമാണ്. ഭാഗ്യവശാൽ 3 പടവും സൂപ്പർ ഹിറ്റുകളായി. അശോകന് കോമഡിയിലേക്കൊരു ട്രാക്ക് മാറി ചവിട്ടാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പെട്ടെന്ന് അങ്ങോട്ട് വളരെ അനായാസേന അശോകൻ അങ്ങ് ട്രാക്ക് മാറി. കോമഡി റോള് ചെയ്യണം അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയമൊക്കെ. ഒരുപക്ഷെ സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പഴയ രീതിയിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ തട്ടിപ്പോവും എന്ന് വേണമെങ്കിൽ ഒരു ഉത്ബോധം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറയേണ്ട ഒരു കാര്യം അതിന് ആദ്യം മുതൽ ഫസ്റ്റ് സിനിമ മുതൽ തന്നെ പെരുവഴി അമ്പലം ചെയ്ത സമയത്ത് ഞാൻ പറയും, എനിക്ക് അഭിനയത്തെക്കുറിച്ചൊന്നും ഒരു ധാരണയോ ബന്ധമോ, സിനിമകളൊക്കെ എല്ലാം കാണുമെങ്കിലും എനിക്കതിനെക്കുറിച്ച് ഒരു പിടിപാടുമില്ല. സത്യത്തിൽ ഒരു ബന്ധമോ അഭിനയത്തെക്കുറിച്ചില്ല. അന്ന് ഞാൻ പടം അഭിനയിച്ചപ്പോൾ എനിക്ക് തോന്നി എങ്ങനെ വേറൊരു ക്യാരക്ടർക്ക് ഇത് ചെയ്യാൻ പറ്റും. എനിക്കങ്ങനൊരു കാര്യങ്ങളോ ടാലൻറ്റോ ഒന്നും ഉണ്ടാവില്ല, പറ്റില്ല. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. രണ്ടാമത്തെ സിനിമ ഒരിടത്തൊരു ഫലം വന്നപ്പം അപ്പോഴും ഞാൻ കോൺഫിഡൻ്റ് ഒന്നുമല്ല അതിനകത്ത്. പിന്നെ യവനിക, അപ്പോൾ ഈ 2 പടത്തിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് വേഷമായി യവനികയിൽ. അതെ, അതും ഭാഗ്യവശാൽ അതിന് പേരുണ്ടായി. എൻ്റെ കഥാപാത്രത്തിന് പേര് കിട്ടി, വിഷ്ണു എന്ന ക്യാരക്ടർ നല്ല പേരുണ്ടായി. യവനിക, ഇടവേള അതേ സമയത്ത് തന്നെ. ഇടവേളയിലും വേറൊരാൾക്ക് വെച്ചിരുന്ന വേഷം, അതുപോലെ പവർഫുൾ ക്യാരക്ടർ അതിനകത്ത്. പിന്നെ അനന്തരം അത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എവിടെ നിന്നൊക്കെ അല്പസ്വല്പമൊക്കെ ചെറിയ ധൈര്യമൊക്കെ തുടങ്ങി, കോൺഫിഡൻസ് വന്നു. ആ, മുഖാമുഖം, അനന്തരം, അതുപോലെ ഉണ്ട്. അനന്തരമൊക്കെ വളരെ പവർഫുൾ ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് എവിടേക്കോ ചില തൃപ്തികളും കാര്യങ്ങളും തോന്നി. കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കാമെന്നൊക്കെ തോന്നി. അങ്ങനെ പിന്നെ കുറച്ച് കോൺഫിഡൻസ് ആയി തുടങ്ങി. അപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്ന കോമഡി ചെയ്യാൻ സാധിക്കത്തില്ല, അത് പറ്റുമോ? കാരണം എല്ലാവരും പറയുന്നത് കോമഡിയാണ്. ആ, കോമഡി വേണം. ഒരുപാട് പറയുന്നുണ്ടല്ലോ, അത് കോമഡി സിനിമയാണ്, നല്ല കോമഡി റോളാണ്. അതെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഈ കോമഡി കൊടുത്താൽ എല്ലാ മനുഷ്യനെ പേടിപ്പിക്കുകയാണ്. അങ്ങനെ സംഭവത്തിലേക്ക് വന്നത്. പുള്ളി നന്നായിട്ട് കോമഡി ചെയ്യും. ഇങ്ങനെ ഇത് നമ്മുടെ മനസ്സിലൊക്കെ കിടന്ന് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. കോമഡി ചെയ്യുക, അതെന്താ ഈ കോമഡി, ഇതിനു വേണ്ടിയുള്ള സംഭവം, കോമഡി എന്താ പല്ലും ഇങ്ങനെ പറയുന്നത്? അപ്പോൾ എനിക്കത് ചെയ്യാൻ സാധിക്കുകയോ? അതൊക്കെ എനിക്ക് സാധിക്കില്ല. അപ്പോൾ എനിക്ക് തന്നെ അങ്ങനെ ഒരു ധാരണ മനസ്സിൽ കിടന്നു. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഈ ഗായത്രി ദേവിയൻ്റെ അമ്മ എന്നൊരു സിനിമയിൽ ഞാൻ കോമഡി ആക്ച്വലി ചെയ്തിരിക്കുന്നത്. അങ്ങനെ കോമഡി എന്ന് പറഞ്ഞാൽ കോമഡിക്ക് വേണ്ടി കോമഡി ചെയ്ത ക്യാരക്ടറല്ല, ആ ക്യാരക്ടറിൻ്റെ രീതികളും കാര്യങ്ങളും ചെയ്തപ്പോൾ ഒരു അതിനകത്തൊരു ഹ്യൂമർ അതിനകത്തുണ്ടായി. അപ്പോൾ ഞാൻ കോമഡിക്ക് വേണ്ടി അഭിനയിച്ചൊന്നുമല്ല. പക്ഷേ അങ്ങനെ ഒരു ഇമേജ് ചെറുതായിട്ടൊന്ന് വന്നു. പടം സാമ്പത്തികമായിട്ടൊരു വലിയ കളക്ഷൻ ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ പടം ഹിറ്റായതും ഒരു പടം ഹിറ്റായാലും കൊണ്ട് മാത്രമേ ആ പടത്തിൽ അഭിനയിച്ചവർക്കും അത് പേര് നാച്ചുറലി വരുവുള്ളൂ. ആ, അപ്പോൾ അങ്ങനെയാണ് ഇൻ ഹരിഹരനാഥൻ വന്നതും. ഈ കോമഡി എന്നുള്ള ഒരു ട്രാക്കിലൊക്കെ എന്നെ അതിനകത്ത് പൊക്കിയെടുത്ത് കൊണ്ട് ഇട്ടതിനകത്താണ്.